വീഡിയോയിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ നമ്മുടെ കൂജയുടെ കാര്യം ഓർക്കണത്. അതായത് പണ്ട് കാലത്തൊക്കെയുള്ള കളിമണ്ണിന്റെ കൂജ പഴയ ന്യൂസ് പേപ്പർ എടുത്ത് ചുരുട്ടി കൂട്ടി ഏകദേശം കൂജയുടെ ഷേപ്പ് ആക്കിയിട്ട് വേണം ചണത്തിന്റെ നൂല് ചുറ്റിയെടുക്കാനായിട്ട്. വായ്ഭാഗം ഒന്ന് വികസിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പറും കൂടി ഇങ്ങനെ അറ്റത്തായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചണത്തിന്റെ നൂല് ചുറ്റുന്നത്. ഇപ്പോഴും ചണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഫൈബറിന്റെ മാറ്റ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിന്ന് ജസ്റ്റ് മുക്കി എടുത്തിട്ട് വേണം കേട്ടോ ഇതിനകത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാനായിട്ട്. ഒരു ലെയർ കംപ്ലീറ്റ് മാറ്റ് ഇട്ടതിന് ശേഷം ബാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടാണ് കേട്ടോ ഷേപ്പ് ആക്കുന്നത്. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ഉള്ളിലുള്ള പേപ്പറും കൂടി മാറ്റിയിട്ട് വേണം കേട്ടോ അവസാന കോട്ട് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഹാൻഡിലും കൂടി സെറ്റ് ആക്കി ഒട്ടിച്ചിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടിയായി കാർവിംഗ് തുടങ്ങാനായിട്ട്. കൈ കിട്ടുന്ന ഡിസൈനൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കും. കളിമണ്ണിന്റെ കളറാണ് ആഗ്രഹിച്ചെങ്കിലും പക്ഷെ കിട്ടാത്തത് കണ്ടത് കിട്ടിയ കളറുകളെല്ലാം കൂടി ഒപ്പിച്ചൊരു കളർ ആക്കിച്ചിട്ടുണ്ട് കേട്ടോ. പെയിന്റ് അടിക്കുവല്ല കേട്ടോ, പെയിന്റ് കുളിപ്പിച്ചെടുക്കുവാടെ. നമ്മൾ കളിമണ്ണിന്റെ കളറാണ് ആഗ്രഹിച്ചെങ്കിലും കിട്ടിയപ്പോൾ എനിക്ക് തോന്നണം അതുക്കും മേലെയാണ് തോന്നണം കേട്ടോ. എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ.